ഹലോ മക്കളെ, ഈ ഒരു വീഡിയോയിൽ റീഡിംഗ് പാസേജിൽ നിന്ന് പരീക്ഷയിൽ ചോദ്യം വരുമ്പോൾ എങ്ങനെ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കണം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ സർ, റീഡിംഗ് പാസേജ് ഒക്കെ പഠിക്കാൻ പറ്റുമോ? നമ്മൾ പഠിച്ചാൽ തന്നെ അതാണോ പരീക്ഷയിൽ വരാമോന്ന്? അല്ലല്ലോ, പിന്നെ എന്താ കാര്യം, എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്? മക്കളെ, ഈ റീഡിംഗ് പാസേജ് ഒരിക്കലും നമ്മൾ പഠിക്കുന്ന റീഡിംഗ് പാസേജ് പരീക്ഷയിൽ വരുന്നതുകൊണ്ടല്ല നമ്മൾ പഠിക്കുന്നത്. പക്ഷെ റീഡിംഗ് പാസേജ് ചെയ്യുമ്പോൾ, അതായത് അത് വായിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ വായിച്ചാൽ, ചോദ്യോത്തരങ്ങൾ വായിക്കുമ്പോഴും അതിന് ഉത്തരം കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഉത്തരം കൊടുത്താൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സമയം കുറെ ലാഭിക്കും. പലരും റീഡിംഗ് പാസേജിൽ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത്, അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ച് പിന്നെ ക്വസ്റ്റ്യൻ നോക്കുന്നു, ആൻസർ നോക്കുന്നു. ചിലവർ ആദ്യം ഫുൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, പിന്നെ ആൻസർ തപ്പിക്കൊണ്ട് റീഡിംഗ് പാസേജ് വായിക്കുന്നു. അങ്ങനെ കുറേ മിസ്റ്റേക്സ് കുറേ പേര് വരുത്താറുണ്ട്. അപ്പൊ അത് വരുത്താതെ എങ്ങനെ ചെയ്യാം, അതുവഴി കുറെ സമയവും അതുപോലെ മാർക്കും എങ്ങനെ ലാഭിക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്തിക്കാം. അത് മാത്രമേ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതുള്ളൂ, ഇനി അങ്ങോട്ടും ചെയ്യേണ്ടത്. ഓക്കെ, ഇതുവരെ ചെയ്തു അതല്ലേ ഉള്ളൂ, അത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, വേറെ ഒന്നും ചെയ്യണ്ട. റെഡി? അപ്പം നോൺ, അതായത് നോൺ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന റീഡിംഗ് പാസേജും വരാം, അല്ലെ അൺനോൺ അൺസീൻ നിങ്ങൾ ഇതുവരെ കാണാത്ത റീഡിംഗ് പാസേജും വരാം. രണ്ടിൽ നിന്നും ഞാൻ ഓരോരോ എക്സാമ്പിൾസ് എടുക്കും. അതുപോലെ രണ്ടിൽ നിന്നും നിങ്ങൾക്ക് ഓരോരോ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയി തരും. അതും നിങ്ങൾ ചെയ്യണം. അത്രയും നിങ്ങൾ ചെയ്താൽ നാളത്തെ എക്സാമിൽ റീഡിംഗ് പാസേജിൽ ഒരു ബുദ്ധിമുട്ടും ആർക്കും വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ആക്ച്വൽ ഒരു റീഡിംഗ് പാസേജ് നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് 2-3 പോയിന്റ്സ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ വായിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ വായിക്കരുത്. ഇപ്പോൾ റീഡിംഗ് പാസേജ് വന്നു, ഓക്കെ, ഇങ്ങനെ റീഡിംഗ് പാസേജ് വന്ന് വെറുതെ ഇങ്ങനെ ഇങ്ങനെ പകുതി ബോധത്തിൽ വായിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ആക്റ്റീവ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുക. പരീക്ഷയിൽ നിങ്ങൾ ഇപ്പോൾ ഈ ആക്ച്വൽ റീഡിംഗ് പാസേജ് ആയിരിക്കും, നിങ്ങൾ ആക്റ്റീവ്ലി റീഡ് ചെയ്യുക. എങ്ങനെയാണ് സാർ ആക്റ്റീവ്ലി റീഡ് ചെയ്യുക? ഒന്നുമില്ല. ഓക്കെ, ഒരു പാസേജ് വരികയാണ്. വാൾട്ട് ഡിസ്നീസ് ജേർണി ടു സക്സസ് സ്റ്റാർട്ടഡ് വെൻ ഹി വർക്ക്ഡ് ആസ് എ ന്യൂസ് പേപ്പർ ബോയ് അറ്റ് ദ ഏജ് ഓഫ് 10. അപ്പോൾ ഇമാജിൻ ചെയ്തുകൊണ്ട് വായിക്കണം. മലയാളത്തിൽ ഇമാജിൻ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഇങ്ങനെ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ മലയാളത്തിൽ അപ്പോൾ എന്താണ് ഇത് മലയാളത്തിലേക്ക് വേഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ വേഗം മനസ്സിൽ വാൾട്ട് ഡിസ്നിയുടെ ജേർണി ടു സക്സസ് അവനെന്താണ് ന്യൂസ് പേപ്പർ ബോയ്, പത്രം ഇടുന്ന സമയത്ത് മുതൽ 10ാം വയസ്സ് മുതലാണ് അവൻ്റെ സക്സസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, വെരി ഏർലി ഇൻ ലൈഫ് ഹി ലേൺ ദാറ്റ് വർക്ക് വാസ് സംതിങ് വൺ ഷുഡ് ബി പാഷനേറ്റ് അബൌട്ട്. അപ്പോൾ അവനെന്താ ചെറുപ്പം മുതലേ പഠിച്ചു എന്താണ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ വായിക്കുക. ഇമാജിൻ ചെയ്ത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ ആ ഫീൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാണ്ട് വാക്കുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എന്താ സംഭവിക്കാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതിൻ്റെ ചോദ്യം നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല, വീണ്ടും വായിക്കേണ്ട അവസ്ഥയായിരിക്കും. പക്ഷെ ഇത് ഇമാജിൻ ചെയ്ത് വായിക്കുക, നിങ്ങളുടെ ഫീൽ ചെയ്ത് വായിക്കുക. സിമ്പിളാണ്, സമയം വേസ്റ്റ് ആവില്ല, വേഗം വായിക്കാൻ പറ്റും. നോക്ക്, ഡെലിവറിങ് ന്യൂസ് പേപ്പേഴ്സ് വാസ് നോട്ട് ഹിസ് പാഷൻ. അവൻ്റെ പാഷൻ ന്യൂസ് പേപ്പർ വിൽക്കലായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത്, ഹി ജോയിൻ ദി ആർമി ആൻഡ് ദെൻ പെർസ്യൂട്ട്. ഇതാണ് ആക്റ്റീവ് റീഡിംഗ്. ആക്റ്റീവ് റീഡിംഗ് ചെയ്താൽ നിങ്ങൾക്ക് കുറേ സമയം ലാഭിക്കാം. കാരണം മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിന്നെയും നിങ്ങൾ ഇത് വായിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇവിടെ എന്തൊക്കെ സംഭവിച്ചത്. അപ്പോൾ ആക്റ്റീവ് റീഡിംഗ് ചെയ്താൽ സമയം കുറേ ലാഭിക്കാം. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് ആ കറക്റ്റ് പിക്ചർ ഉണ്ടാവും തന്നെയാണ്. അപ്പോൾ ആക്റ്റീവ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുക. വെറുതെ എന്ത് ചെയ്യരുത്, വെറുതെ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ വായിച്ചു വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാര്യം, ഡോണ്ട് വേസ്റ്റ് ടു മച്ച് ടൈം റീഡിംഗ്. ചിലവർക്കുള്ളൊരു പ്രശ്നമാണ്, ഇങ്ങനെ ഒരു സെന്റൻസ് വായിക്കും, പിന്നെ അത് അപ്പോൾ 2 സെന്റൻസ് വായിച്ച് നമ്മൾ എനിക്ക് മനസ്സിലാവും ഇതുവരെ വായിച്ചതൊന്നും തലയിൽ കയറിയില്ല. അപ്പോൾ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് ടഫ് സെന്റൻസ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അത് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ വീണ്ടും ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന വെറുതെ കുറേ സമയം കളിയാണ്. ഇപ്പം നിങ്ങൾക്ക് തീരെ ഈ പാസേജ് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ വിട്, അതിന് സ്ഥലവും വിട്ടിട്ട് അടുത്ത പാസേജിലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, പിന്നീട് വന്ന് വായിച്ചാൽ മതി. ഇനി അതല്ല, നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വായിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. ടഫ് ആയിട്ടുള്ള പാസേജ് നല്ല സിമ്പിൾ ആണ്, നിങ്ങളുടെ കോൺസെൻട്രേഷൻ പ്രശ്നമെങ്കിൽ ആക്റ്റീവ് റീഡിംഗ് ചെയ്ത് നോക്കുക, അപ്പോൾ ശരിയായിക്കോളും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഈ വീണ്ടും വായിക്കേണ്ട ആ പ്രശ്നം വരില്ല. മനസ്സിലായില്ലേ? ലാസ്റ്റ്, ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക്. അതായത് നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ചോദ്യം വന്നു, ഓൺ വാട്ട് ഗ്രൗണ്ട്സ് വാസ് വാൾട്ട് ഡിസ്നി ഡിനൈഡ് ദി ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ കാർട്ടൂണിസ്റ്റ്. ഇത് എങ്ങനെ നോക്കി നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, അയ്യോ ഇതിപ്പോൾ എന്താണ് മനസ്സിലാവുന്നില്ലല്ലോ, കിട്ടുന്നില്ല. അതിങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ കുറേ നേരം നിൽക്കുന്ന ഒരു വലിയൊരു മണ്ടത്തരമായിരിക്കും. അതിന് പകരം അവിടെ ഒരു സ്ഥലം വിടുക, ഒരു 2-3 ലൈൻ വല്ലതും വിടുക. ഒരു മാർക്കിന്റെ ചോദ്യമായിരിക്കും, 4, 2, 3, 5, 10 ലൈൻ വേണം കേട്ടോ. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക, എന്നിട്ട് അത് ചെയ്യുക. എന്നിട്ട് അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു മാർക്ക് ഇട്ട് വെക്കുക, അല്ല ആൻസർ പേപ്പറിൽ ഒരു എന്തെങ്കിലും സൈൻ ഇട്ട് വെക്കുക. നിങ്ങൾ ചെയ്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവസാനം ചെയ്താൽ മതി. സ്റ്റക്കായിട്ട് സമയം കളയരുത്. പ്രത്യേകിച്ച് റീഡിംഗ് പാസേജിന്റെ ക്വസ്റ്റ്യൻസിന് ഓരോരോ മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ സമയം കളഞ്ഞാൽ 8 മാർക്കിന്റെ റൈറ്റപ്പ് അവിടെ കിടപ്പുണ്ട്, അല്ല നെറേറ്റീവ് അവിടെ കിടപ്പുണ്ട്. അത് മാർക്കുകൾ നിങ്ങൾ മിസ് ചെയ്യണം എന്ന് ആലോചിക്കണം. ഇത് റീഡിംഗ് പാസേജിന് മാത്രമല്ല, ഇങ്ങനത്തെ കുഞ്ഞു ചോദ്യങ്ങളിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് നല്ല ഐഡിയ ആയിരിക്കില്ല. അതവിടെ വിടുക, തിരിച്ചവിടേക്ക് വരാം നമുക്ക്. ഓക്കെ, അപ്പോൾ ആ 3 മിസ്റ്റേക്സ് തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് തന്നെ
ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ റീഡിംഗ് പാസേജ് അടിപൊളി. എങ്കിലും നമുക്കൊരു റീഡിംഗ് പാസേജ് ആക്ച്വലി ചെയ്ത് നോക്കാം. എങ്ങനെ പരീക്ഷയിൽ എങ്ങനെ ഇതിന്റെ തോട്ട് പ്രോസസ്സ് എന്താണ്, ഈ പരീക്ഷയിൽ എങ്ങനെ ചോദ്യങ്ങൾ ഉത്തരം കൊടുക്കണം എന്നൊക്കെ സംശയമുണ്ടോ? സാർ ഇതിനൊക്കെ വലിയ ഉത്തരം കൊടുക്കണോ, ചെറിയ ഉത്തരം കൊടുക്കണോ, ഒറ്റ വേർഡിലൊക്കെ ഉത്തരം കൊടുത്താൽ മതിയോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടോ? അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ, എൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, റെഡി. അപ്പോൾ പാസേജ് വായിക്കാം നമുക്ക്. ആക്റ്റീവ് റീഡിംഗ്. വാൾട്ട് ഡിസ്നീസ് ജേർണി ടു സക്സസ് സ്റ്റാർട്ടഡ് വെൻ ഹി വർക്ക്ഡ് ആസ് എ ന്യൂസ് പേപ്പർ ബോയ് അറ്റ് ദ ഏജ് ഓഫ് 10. ഇങ്ങനെ വായിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ അത് മലയാളത്തിലേക്ക് ആക്കി നിങ്ങൾ സക്സസ് എപ്പോഴാണ് തുടങ്ങിയത്, ന്യൂസ് പേപ്പർ പോയി 10 വയസ്സാണ് ന്യൂസ് പേപ്പർ. ഓക്കെ, റെഡി, മനസ്സിലായി. വെരി ഏർലി അങ്ങനെ മതിട്ടോ, അല്ലാണ്ട് ഫുൾ ട്രാൻസ്ലേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെരി ഏർലി അതുപോലെ തന്നെ ഹി ലേൺ ദാറ്റ് വർക്ക് വാസ് സംതിങ് വൺ ഷുഡ് ബി പാഷൻ. ആ വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഡെലിവറിങ് ന്യൂസ് പേപ്പർ. അപ്പോൾ അവന്റെ പാഷൻ അതല്ല എന്ന് അവന് മനസ്സിലായി. ഓക്കെ, സൂപ്പർ, മനസ്സിലായി. ഓക്കെ, റെഡി. ഫസ്റ്റ് പാരഗ്രാഫ് സെറ്റ്. നെക്സ്റ്റ്, ഹി ജോയിൻ ദി ആർമി ആൻഡ് ദെൻ പെർസ്യൂഡ് എ ജോബ് വിച്ച് ഹി ഓൾവേസ് വാണ്ടഡ്. ഓക്കെ, എന്തായിരുന്നു വേണ്ടത് അവന്? ന്യൂസ് പേപ്പർ കാർട്ടൂണിസ്റ്റ്. അപ്പോൾ അവന്റെ പാഷൻ എനിക്ക് തോന്നുന്നു ന്യൂസ് പേപ്പർ കാർട്ടൂണിസ്റ്റ് ആണ്. ന്യൂസ് പേപ്പറിൽ കാർട്ടൂണിസ്റ്റ് ആണ്. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി പക്ഷേ എന്തോ സംഭവിച്ചു. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി പക്ഷേ വാൾട്ട് വാസ് ഡിനൈഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ആസ് എ കാർട്ടൂണിസ്റ്റ് ബൈ മോസ്റ്റ് ഓഫ് ദി ലീഡിംഗ്. അപ്പോൾ എല്ലായിടത്തും അവൻ റിജക്ഷൻ കിട്ടി. നമുക്ക് ആരും അവനെ എടുത്തില്ല. ദേ സെഡ് ദാറ്റ് അവന് കാരണം എന്തായിരുന്നു? ദേ സെഡ് ഹി ലാക്ക്ഡ് ഇമാജിനേഷൻ. അവന് ഇമാജിനേഷനിലായിരുന്നു. സൂൺ ഹി ലോഞ്ച്ഡ് എ കമ്പനി വിത്ത് ഫെല്ലോ കാർട്ടൂണിസ്റ്റ്. അവന് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനോട്, കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. ബട്ട് എ മന്ത് ലേറ്റർ ദ കമ്പനി ക്ലോസ്ഡ് ആണ്. കമ്പനി ഫെയിലിയർ ആയി. ഓക്കെ, ഒരു മാസം നിന്നുള്ളൂ. ഫെയിലിയർ ഡിഡ് നോട്ട് ടേക്ക് ഹിം ഡൗൺ. പക്ഷെ അവൻ വിട്ടുകൊടുത്തില്ല. ഹി അപ്ലൈഡ് ഫോർ എ ജോബ് അറ്റ് കാൻസസ് സിറ്റി ഫിലിം അഡ്വർടൈസിംഗ് കമ്പനി ബട്ട് ദ കമ്പനി റിജക്ട്. അപ്പോൾ വീണ്ടും കമ്പനി പൊട്ടി കഴിഞ്ഞിട്ട് അവൻ കാൻസസ് സിറ്റി അപ്ലൈ ചെയ്തു. പക്ഷെ അവിടെ എന്താണ്, അവനെ റിജക്ട് ചെയ്തു. ഓക്കെ, അവൻ്റെ ആപ്ലിക്കേഷൻ ടേൺ ഡൗൺ ചെയ്യപ്പെട്ടു. ഫ്രേസൽ വെർബ്. ഫൈനലി ഹി വെന്റ് ടു ദി ഹോളിവുഡ്. ഓക്കെ, ഹോളിവുഡ് പോയി സ്റ്റാർട്ട് ഡിസ്നി ബ്രോസ് സ്റ്റുഡിയോസ്. അപ്പോൾ അദ്ദേഹം എന്താണ്, ഡിസ്നി ബ്രോസ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു കമ്പനി തുടങ്ങി. ഇറ്റ് വാസ് ഫ്രം ദെയർ ദാറ്റ് വാൾട്ട് ടേസ്റ്റഡ്. അപ്പം മുതലാണ് മെല്ലെ സക്സസ് തുടങ്ങി മനസ്സിലാക്കുക. അപ്പോൾ ഈ കമ്പനി തുടങ്ങിയപ്പോൾ മനസ്സിലായി ഹോളിവുഡ് പോയിട്ട്. ഓക്കെ, ഡിറ്റർമിൻഡ് വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് ഹി മൂവ് ഫോർവേഡ് ഡൂയിങ് വാട്ട് ഹി വാസ് പാഷനേറ്റ്. ഓക്കെ, അബൌട്ട്. അപ്പോൾ ഈ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ ചെയ്യുന്നത് ഈ കാർട്ടൂൺ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട്. അത് പാഷനേറ്റ് ആയിട്ട് വീണ്ടും മുന്നോട്ട് പോയി. ഡിസ്നി കമ്പനി ഹി ഫൗണ്ടഡ് ഹാസ് ബിക്കം വൺ ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് എന്റർടൈൻമെന്റ് ഫേം. വൺ ഓഫ് ദി വേൾഡ് ലാർജസ്റ്റ് ആണ്, ഏറ്റവും ലാർജസ്റ്റ് അല്ല, ശ്രദ്ധിക്കണം കേട്ടോ. നൗ അണ്ടർ ഹിസ് നെയിം ദർ ആർ മെനി തീം പാർക്സ്. ഇപ്പോൾ കുറേ തീം പാർക്സ് ഉണ്ട്, അനിമേഷൻ സ്റ്റുഡിയോസ് ഉണ്ട്, ആൻഡ് അതർ കളർഫുൾ ക്രിയേഷൻസ്. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇമാജിനൊക്കെ ഒരു ആക്റ്റീവ് റീഡിങ്ങിലൂടെ നിങ്ങൾ കഥ മൊത്തം ഏതാണ്ട് ഒരു മനസ്സിലാക്കി. ഇനി വീണ്ടും ഇത് വായിച്ചുകൊണ്ടിരിക്കരുത്. ഇനി നേരെ ചോദ്യത്തിലേക്ക് കാണും. ഇനി ചോദ്യം എങ്ങനെയാണോ അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വായിക്കാം. അപ്പോൾ ചോദ്യം വായിച്ചേനി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചോദ്യം അങ്ങോട്ട് വായിക്കാം. വാട്ട് ഡിഡ് Walt Disney learned from his early life experience. Okay, early life experience. അപ്പോൾ മിക്കവാറും ഇങ്ങനെ വന്നാൽ ഏർലി ലൈഫ് എക്സ്പീരിയൻസ് എന്ന വേർഡുകളൊക്കെ ഇവിടെ ഉണ്ടാവും പാസേജിൽ. അത് ഉണ്ടോന്ന് ജസ്റ്റ് നോക്കിയേ. അപ്പം വെരി ഏർലി ഇൻ ലൈഫ്. ഏർലി ഇൻ അദ്ദേഹം പഠിച്ചെന്നാണ് ഹി ലേൺ ദാറ്റ് വർക്ക് വാസ് സംതിങ് വൺ ഷുഡ് ബി പാഷനേറ്റ് അബൌട്ട്. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതലൊക്കെ വേണം നിങ്ങൾക്ക് എഴുതാം. പക്ഷെ 1 മാർക്കും ചോദ്യം ചോദിക്കുമ്പോൾ ഒറ്റ സെന്റൻസിൽ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ആൻസർ? അപ്പോൾ ആലോചിച്ച് നോക്കുക, റിലാക്സ് ചെയ്യുക. വാട്ട് ഡിഡ് വാൾട്ട് ഡിസ്നി ലേൺ ഫ്രം ഹിസ് ഏർലി? ഹി ലേൺ ദാറ്റ്. വളരെ എഴുതുക, ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. വാൾട്ട് ഡിസ്നി ലേൺഡ് ദാറ്റ് എന്താണ് അതിൽ കൊടുത്തിട്ടുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. വൺ ഷുഡ് ബി എന്താ സംതിങ് ഒന്നും എഴുതണ്ട. വൺ ഷുഡ് ബി പാഷനേറ്റ് അബൌട്ട്. വർക്ക് വാസ് സംതിങ് വൺ ഷുഡ് ബി പാഷനേറ്റ് അബൌട്ട്. ഓക്കെ, ഹി ലേൺ ദാറ്റ് വർക്ക് വാസ് സംതിങ് വൺ ഷുഡ് ബി പാഷനേറ്റ് അബൌട്ട്. ആ സെയിം സെന്റൻസ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ. അപ്പൊ മിക്ക സമയത്തും ഈ ഹിന്റ് ഇവിടെ ഇവർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്താണ്, വേർഡ്സുകൾ ശ്രദ്ധിക്കുക. അത് മിക്കവാറും പാസേജിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്നെ പിടിച്ച് നേരിടുക. ഓക്കെ, പിന്നെ സെന്റൻസ് ഫുൾ ആയിട്ട് എഴുതുക. അതായത് വാട്ട് ഡിഡ് വാൾട്ട് ഡിസ്നി ലേൺ ഫ്രം എക്സ്പീരിയൻസസ്. എന്താണ്, വർക്ക് വാസ് സംതിങ് വൺ ഷുഡ് ബി പാഷനേറ്റ്. അങ്ങനെ എഴുതി വെക്കരുത്. നിങ്ങൾ ആ സെന്റൻസ് പ്രോപ്പറായിട്ട് ചെയ്യുക. അതായത് വാൾട്ട് ഡിസ്നി ലേൺഡ് ദാറ്റ്, അല്ലെങ്കിൽ ഇനിയും ഫുൾ ആയിട്ട് എഴുതണമെങ്കിൽ വാൾട്ട് ഡിസ്നി ലേൺ ഫ്രം ഹിസ് ഏർലി എക്സ്പീരിയൻസ് ദാറ്റ്. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. പക്ഷേ സെന്റൻസ് ഫുൾ ആയിട്ട് എഴുതാം. വാൾട്ട് ഡിസ്നി ലേൺ ദാറ്റ് വർക്ക് വാസ് സംതിങ്. അല്ലാണ്ട് വർക്ക് വാസ് സംതിങ് നേരെ എഴുതി തുടങ്ങരുത്. അത് നല്ല രീതിയല്ല. മാർക്ക് കുറയ്ക്കുന്നതിൻ്റെ അല്ല, പക്ഷെ ടീച്ചറിന് തോന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും വലിയ ധാരണയില്ല എന്ന്. എന്നിട്ട് പിന്നീട് നിങ്ങൾ റൈറ്റപ്പ് ഒക്കെ എഴുതുമ്പോൾ ടീച്ചറിന്റെ ടീച്ചറിന്റെ ഒരു ധാരണ എന്താണ്, നിങ്ങൾക്ക് കാര്യമായിട്ട് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അപ്പോൾ ടീച്ചറിന് എപ്പോഴും മാർക്ക് കുറയ്ക്കാനൊരു സ്കോപ്പ് ഇങ്ങനെ കിടക്കും. അപ്പോൾ നിങ്ങൾ കാണിച്ചു കൊടുക്കുക, ടീച്ചറെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, എനിക്ക് എങ്ങനെ സെന്റൻസ് ഫ്രെയിം ചെയ്യാമെന്ന് അറിയാം എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയ സാഹചര്യങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ആ ഇംപ്രഷൻ ബിൽഡ് ചെയ്യുക. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. അടുത്ത ചോദ്യം, വാൾട്ട് ഡിസ്നി ഓൾവേസ് വാണ്ടഡ് ടു ബിക്കം. എന്തായിരുന്നു അത്? ഇത് വായിക്കേണ്ട ആവശ്യം കൂടെ, റൈറ്റർ ആവാനല്ലായിരുന്നു, കാർട്ടൂണിസ്റ്റ് ആയിരുന്നു അല്ലെ. അതിൽ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് എന്തോ പറയുന്നുണ്ട്. എന്ത് കാർട്ടൂണിസ്റ്റാണ്? ന്യൂസ് പേപ്പർ കാർട്ടൂണിസ്റ്റ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഫിലിം മേക്കർ, സോൾജറോ ഉള്ളു. പേടിക്കണ്ട, കാർട്ടൂണിസ്റ്റ്. സിമ്പിൾ. അത് നിങ്ങൾ പരീക്ഷയിൽ എഴുതണം കേട്ടോ. ബി കാർട്ടൂണിസ്റ്റ് തന്നെ എഴുതി വെക്കാം.
ടിക്ക് ചെയ്താൽ പോരാ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓൺ വാട്ട് ഗ്രൗണ്ട്സ് വാസ് വാൾട്ട് ഡിനൈഡ് ദി ഓപ്പർച്യൂണിറ്റി ടു ബിക്കം കാർട്ടൂണിസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ ഓപ്പർച്യൂണിറ്റി ഡിനൈ ചെയ്തിട്ട് ഇവിടെ അതിനൊരു കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി, പക്ഷെ നമുക്ക് നോക്കാം. ഇവിടെ എവിടെയോ എനിക്ക് ഓർമ്മയുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി വാട്ട് വാസ് ബൈ മോസ്റ്റ് ഓഫ് ദി ന്യൂസ്. അതിന് കാരണം എന്താണ്? ദേ സെഡ് ദാറ്റ് ഹി ലാക്ക്ഡ് ഇമാജിനേഷൻ. ഇമാജിൻ, വേറെ എന്ത് കാരണം ഉണ്ടോ? വേറെ ഒരു കാരണമില്ല, ഒറ്റ കാരണമുള്ളൂ. അപ്പോൾ അതും ആ കാരണം കൊണ്ട് മാത്രമാണ്. സോ ഓൺ വാട്ട് ഗ്രൗണ്ട്സ് ഇങ്ങനെ എഴുതുക, ഇംഗ്ലീഷിൽ എഴുതി വെക്കുക ആൻസർ. ഒരു പുതിയ പേജ് തുടങ്ങി എഴുതാം. മൂന്നാമത്തെ ചോദ്യത്തിന് ആൻസർ ഓൺ വാട്ട് ഗ്രൗണ്ട്സ് എന്താണ്? ഹി ലാക്ക്ഡ് ഇമാജിനേഷൻ. അപ്പൊ എങ്ങനെ എഴുതി വെക്കാം? വാൾട്ട് ഡിസ്നി വാസ് ഡിനൈഡ് ദി ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ കാർട്ടൂണിസ്റ്റ് ബിക്കോസ് ഹി ലാക്ക്ഡ്, ബിക്കോസ് ദ ന്യൂസ്, ബിക്കോസ് അവിടെ ശ്രദ്ധിക്കണേ, ആരാണ് ഡിനൈ ചെയ്തത്? ബിക്കോസ് ഹി ലാക്ക്ഡ് ഇമാജിനേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് ഇമാജിനേഷൻ ലാക്ക് ചെയ്തിട്ട് അയാൾ ഇത്ര വലിയ ആളാവോ? ഇല്ല. ബിക്കോസ് ആ ന്യൂസ് പേപ്പർ കമ്പനി വിചാരിച്ചു. അപ്പൊ നമ്മൾ അത് ആരാണ്? ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് അല്ലേ? ലീഡിംഗ്, ബിക്കോസ് ദി ലീഡിംഗ് ന്യൂസ് പേപ്പർ കമ്പനീസ് ബിലീവ് ദാറ്റ് വാൾട്ട് ലാക്ക്ഡ് ഇമാജിനേഷൻ. അങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാം. Walt Disney was denied the opportunity to become a grand cartoonist on the grounds that then on the grounds that he lacked imagination. അതിന്റെ അടിസ്ഥാനത്തിൽ, ഓൺ ദി ഗ്രൗണ്ട്സ് ആണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അപ്പോൾ വാൾട്ട് ഡിസ്നി വാസ് ഡിനൈഡ് ദി ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ കാർട്ടൂണിസ്റ്റ്. ഇതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? ഓൺ ദി ഗ്രൗണ്ട്സ് ദാറ്റ് ഹി ലാക്ക്ഡ് ഇമാജിനേഷൻ. അങ്ങനെയും വേണം എഴുതി വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ. അപ്പൊ സെന്റൻസ് ഫുള്ളായി എഴുതണം. ഇനി ഇത് നിങ്ങൾക്ക് ഭയങ്കര ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, സാർ എനിക്ക് ഇങ്ങനെ ഒന്നും എഴുതാനൊന്നും അറിയില്ല, ഞാൻ എന്താ ചെയ്യാം? നിങ്ങളൊന്നുമില്ല, ഹി ലാക്ക്ഡ് ഇമാജിനേഷൻ എന്ന് നിങ്ങൾ സിമ്പിളായി, നിങ്ങൾക്ക് അറിയാലോ ആ സംഭവം, കാരണം അറിയാലോ, അത് നിങ്ങൾ സാധാരണ പോലെ കൂടെ എഴുതി. നിങ്ങൾക്ക് തീരെ ഇങ്ങനെ സെന്റൻസ് ഒന്നും ആക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഹി ലാക്ക്ഡ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്കും കിട്ടും. അല്ലാണ്ട് നിങ്ങൾക്ക് മാർക്കൊന്നും കുറയ്ക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, അവർ ടീച്ചർ ഈ ചോദ്യ പേപ്പർ ഉണ്ടാക്കിയ ആൾക്ക് എന്താണ് അറിയേണ്ടത്? നിങ്ങൾക്ക് ബേസിക്കലി ഒരു റീഡിംഗ് പാസേജ് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി അവർക്ക്. അല്ലാണ്ട് നിങ്ങൾ വലിയ ടോൾസ്റ്റോയ് ആവോ അല്ലെങ്കിൽ ഷേക്സ്പിയറിനെ പോലെ എഴുതാൻ സാധിക്കുമോ ഒന്നും അവർക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അതുകൊണ്ട് എഴുതി കൊടുക്കുക. എന്ത് ചെയ്യരുത് നിങ്ങൾ? അയ്യോ ഇതെനിക്ക് ഇങ്ങനെ എഴുതേണ്ട അറിയില്ല, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല, അപ്പൊ പോയി ആ ഒരു മാർക്ക് പോയിക്കോളും. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണോ അറിയാം അത് പറ്റുന്ന അത്രയും, നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും നന്നായിട്ട് എഴുതി വെക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പക്ഷെ എഴുതണം. വാൾട്ട് കുഡ് നോട്ട് വർക്ക് വിത്ത് കാൻസസ് സിറ്റി ഫിലിം അഡ്വർടൈസിംഗ് കമ്പനി. വൈ? അപ്പൊ കാൻസസ് സിറ്റിയിൽ എന്തായിരുന്നു പ്രശ്നം? ഹി അപ്ലൈഡ് ഫോർ ദ ജോബ്, പക്ഷെ റിജക്ട് ചെയ്തു. ബിക്കോസ് ദേ റിജക്റ്റഡ് ഹിസ് ആപ്ലിക്കേഷൻ. അത്രയുള്ള സംഭവം, വേറെ ഒന്നും അതിനെ പറ്റി പറയുന്നില്ല. ഓക്കെ, ഉണ്ടോ? അത് കമ്പനി തുടങ്ങി, കമ്പനി ഫെയിലായി, പിന്നെ കാൻസസ് സിറ്റിയിൽ അപ്ലൈ ചെയ്തു, പക്ഷെ അവിടെ എന്താ റിജക്ട് ചെയ്തു. അതുകൊണ്ടാണ്. ബിക്കോസ്, അപ്പൊ എഴുതി വെക്കുക, വാൾട്ട് കുഡ് നോട്ട് വർക്ക് വിത്ത് കാൻസസ് സിറ്റി ഫിലിം അഡ്വർടൈസിംഗ് കമ്പനി ബിക്കോസ് ഹി വാസ് റിജക്റ്റഡ് ബൈ ദ കമ്പനി. ഹിസ് ആപ്ലിക്കേഷൻ വാസ് റിജക്റ്റഡ് ബൈ ദ കമ്പനി. സിമ്പിൾ ചോദ്യം. ഓക്കെ, സിമ്പിൾ ചോദ്യം. ഇതൊക്കെ പരീക്ഷ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. മോഡൽ 2023 ചോദിച്ചു, ഇത് 5 മാർക്കിന്. സിമ്പിൾ, ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതൊക്കെ ആക്റ്റീവ് റീഡിങ് ചെയ്താലേ ഇങ്ങനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വെറുതെ ഇങ്ങനെ പകുതി ബോധത്തിൽ വായിച്ചാല് ഇത് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരുന്നാലേ കിട്ടുള്ളൂ. ഇതിപ്പോ ഒരു അത്യാവശ്യം മോശമില്ലാത്ത രീതി വായിച്ചുകൊണ്ട് എനിക്ക് അറിയാതെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കും അറിയായിരിക്കും അങ്ങനെയാണ് നിങ്ങൾ വായിച്ചെങ്കിൽ. ഓക്കെ, The name of the company Walt Disney started in Hollywood was, അവസാനം കൊടുത്തിട്ടുണ്ട്, ഹോളിവുഡിലെ അവസാനത്തെ കാര്യമാണ്. അതെന്തായിരുന്നു? ഡിസ്നി ബ്രോസ് സ്റ്റുഡിയോ. ഇതിനൊന്നുകൂടി നോക്കുക, അവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഡിസ്നി ബ്രോസ് സ്റ്റുഡിയോ എഴുതി വെക്കുക, പരിപാടി തീർന്നു. ഡിസ്നി ബ്രോസ് സ്റ്റുഡിയോ, ഡിസ്നി ബ്രോസ്, അതേപോലെ തന്നെ കുത്തൊക്കെ അതുപോലെ തന്നെ പ്രോപ്പർ എഴുതി വെക്കട്ടെ. അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യം നല്ല എഴുതാം. ബ്രോസ് ക്യാപിറ്റൽ B എഴുതണം, അങ്ങനെ തന്നെ എഴുതാം. എന്തിനാ മിസ്റ്റേക്ക് വരുത്തുന്നേ? അതുകൊണ്ട് മാർക്ക് കുറയ്ക്കുന്നതല്ല. ഇപ്പൊ എല്ലാവർക്കും സംശയം, സാർ അത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ മാർക്ക് കുറയ്ക്കുക, ഫ്രേസൽ വെർബ്സ് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കാണ്ട് ഇത് എഴുതി വെച്ചാൽ മാർക്ക് കുറയ്ക്കുമെന്ന്. ഇല്ല, ഒന്നിനും മാർക്ക് കുറയ്ക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. കാരണം അല്ലെ ഇംപ്രഷനിലാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ടീച്ചറിന് തോന്നും നിങ്ങൾക്ക് ഇതുപോലും അറിയില്ലല്ലോ, നിങ്ങളൊരു മടിയനാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ആളാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നം വേറെ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ മണ്ടത്തരം കാണിക്കുമ്പോൾ പെട്ടെന്ന് മാർക്ക് കുറയ്ക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് മാർക്ക് കുറയ്ക്കില്ല. അതാണ് വ്യത്യാസം. അല്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മാർക്ക് കുറയ്ക്കുന്നതിനൊന്നല്ല. ഫ്രേസൽ വേർബ്സ് നിങ്ങൾ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കാണ്ട് എന്തൊക്കെ ചെയ്തിട്ട് വെച്ചാലും, അതായത് ചില ക്വസ്റ്റ്യൻസ് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കേണ്ടി വരുമല്ലോ, അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മാർക്ക് കുറയ്ക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, റെഡി? അപ്പൊ ഈ പാസേജിൽ 5 മാർക്ക് നമ്മൾ പുഷ്പം പോലെ വാങ്ങിച്ചെടുത്തില്ലേ? ഇത്രയും സംഭവമുള്ളൂ. ഇനി നിങ്ങൾ ഈ ലോജിക്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ തരാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ വായിക്കുക, അതിൻ്റെ ആൻസർ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് ആൻസർ കമന്റ് ബോക്സിൽ ഇടാം.
അപ്പോൾ ഇതിന്റെ PDF നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും, നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. 2022 പബ്ലിക് എക്സാമിന് വന്ന ഈ ചോദ്യം എന്തായാലും നിങ്ങളുടെ പരീക്ഷയിൽ വീണ്ടും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആക്റ്റീവ് റീഡിങ്ങിന്റെയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുടെ ലോജിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കൊടുക്കും. ആൻസർ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ 1 മാർക്ക് ചോദ്യത്തിന് ഒരു സെന്റൻസിൽ ആൻസർ കൊടുത്താൽ മതി. ഇനി കൂടുതൽ നിങ്ങൾക്ക് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിൽ, ഉറപ്പില്ലെങ്കിൽ 2 സെന്റൻസ്, അതിൽ കൂടുതൽ ആൻസർ കൊടുത്ത് സമയം വേസ്റ്റ് ആക്കരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒറ്റ വേർഡിലൊന്നും ആൻസർ കൊടുക്കാതിരിക്കാൻ നോക്കാം, ഫുള്ളായിട്ട് എഴുതി വെക്കുക. ഓപ്ഷൻസ് ഒക്കെ ആണ് ഒറ്റ വേർഡിൽ കൊടുക്കാം, പിന്നെ ഇതുപോലെയാണ് ഒറ്റ വേർഡിൽ കൊടുക്കാം. പക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അത് എന്താ, വേർ ഡസ് ദി ഇൻസിഡന്റ് ടേക്സ് പ്ലേസ് എന്ന് എഴുതി വെക്കുക, അല്ലാണ്ട് ആ സ്ഥലം മാത്രം എഴുതി വെക്കരുത്. അത് അതിൻ്റെ ഒരു രീതിയല്ല, അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ കൊടുക്കുക. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. അപ്പോൾ ഒരു അൺസീൻ പാസേജ് നമ്മൾ വായിച്ചു, അത് ഞാൻ ഒരെണ്ണം ഹോംവർക്ക് തന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. എന്നിട്ട് നിങ്ങൾ തമ്മിൽ ചെക്ക് ചെയ്യുക, ഓരോ ആൾക്കാർ എങ്ങനെയൊക്കെ എഴുതി നോക്കുക. ചില ആൾക്കാർ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് സംഭവം? ആക്റ്റീവ് റീഡിംഗ് തന്നെ ചെയ്യണം. ഇത് അങ്ങനെ ഇത് ചെയ്യുക, ഇപ്പൊ തന്നെ ചെയ്ത് പരിപാടി സെറ്റ് ആക്കിക്കോ. പരീക്ഷയിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. അപ്പൊ ചെയ്ത് സെറ്റ് ആക്കിക്കോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. മോഡൽ 2022 4 മാർക്കിന് ചോദിച്ച ഒരു നോൺ പാസേജ് ആണ്, സീൻ പാസേജ്, നിങ്ങൾക്ക് അറിയുന്ന പാസേജ് ആണ്. അപ്പൊ അതും പരീക്ഷ ചോദിക്കും. അപ്പൊ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, read the excerpt from the danger of a single story and answer the question that follow. അപ്പോൾ danger of a single story അഡീസിയുടെ കഥയാണ്, നമുക്ക് കഥയൊക്കെ അറിയാം, എങ്കിലും നമ്മൾ ഫുൾ ആയിട്ട് വായിക്കണം, അതിലൊരു ഇതില്ല. ആക്റ്റീവ് റീഡിംഗ് തന്നെ ചെയ്തിരിക്കണം. Now things change when I discovered African books. അപ്പോൾ അടിച്ചാണ് പറയുന്നത് അറിയാം അല്ലേ? ആഫ്രിക്കൻ ബുക്സ് ഞാൻ ഡിസ്കവർ ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഓക്കെ, എന്ത് കാര്യമാണ് മാറി? There weren't many of them available. ഓക്കെ, കുറേ ഒന്നും ഇല്ലായിരുന്നു. And they weren't quite as easy to find as foreign books. ഫോറിൻ ബുക്സ് കണ്ടുപിടിക്കുന്ന ആഫ്രിക്കൻ ബുക്സ് ഫോറിൻ ബുക്സിന് അത്രയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, നല്ല അറിയാം. പക്ഷെ എന്താ മാറിയത്? ബട്ട് വെൻ ഐ റെഡ് ചിനുവ അച്ചീബയുടെ ബുക്ക് വായിച്ചപ്പോൾ ആൻഡ് കമാര ലൈ ഐ realize that people like me, girls with skin and the color of chocolate. അപ്പം ഈ ബുക്കുകളൊക്കെ ഇവരുടെ ബുക്ക് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി, എന്നെ പോലെ എൻ്റെ കളറുള്ള ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചോക്ലേറ്റിന്റെ കളറുള്ള പെണ്ണുങ്ങൾ whose kinky hair could not form ponytails. ഓക്കെ, കിങ്കി ഹെയർ പോണിറ്റെയിൽസ് ഫോം ചെയ്യാൻ പറ്റാത്ത മുടിയായിരുന്നു ഞങ്ങൾക്കുള്ളത്. could also exist in literature. അപ്പൊ ഇത് വേണം ഒന്നുകൂടി വായിച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അപ്പൊ ഞാൻ എന്നെ പോലത്തെ പെണ്ണുങ്ങൾക്കും ബുക്സിൽ ഒരു ഇടമുണ്ട്. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ബുക്സ് ആണ് ഉദ്ദേശിച്ചത്. ബുക്സിൽ ഒരു ഇടമുണ്ട്. അത് എപ്പോഴാണ് മനസ്സിലായത്? ഇവരൊക്കെ വായിച്ചപ്പോൾ, ഇവരുടെ ബുക്ക് വായിച്ചപ്പോഴാണ്, ആഫ്രിക്കൻ ബുക്സ് വായിച്ചപ്പോഴാണ് മനസ്സിലായി. ഓക്കെ, ഇത് മനസ്സിലായി. ഓക്കെ, റെഡി, സൂപ്പർ. ഐ സ്റ്റാർട്ടഡ് ടു റൈറ്റ് അബൌട്ട് തിങ്സ് ഐ റെക്കഗ്നൈസ്. ഓക്കെ, ഞാൻ എഴുതാനും തുടങ്ങി. ഓക്കെ, ഞാൻ റെക്കഗ്നൈസ് ചെയ്ത് എഴുതാൻ തുടങ്ങി. ഓക്കെ, തോന്നിയ കാര്യങ്ങളല്ല. ഐ ലവ് ദി അമേരിക്കൻ ബ്രിട്ടീഷ് ബുക്സ് ഐ റെഡ്. അമേരിക്കൻ ബ്രിട്ടീഷ് ഇഷ്ടമായിരുന്നു. ദേ സ്റ്റിർഡ് മൈ ഇമാജിനേഷൻ ആൻഡ് ഓപ്പൺഡ് അപ്പ് ന്യൂ വേൾഡ്സ് ഫോർ മീ. അവരെൻ്റെ ഇമാജിനേഷൻ ഇങ്ങനെ ഉണർത്തി, ഓപ്പൺ അപ്പ് ന്യൂ വേൾഡ്സ്, പുതിയ ലോകങ്ങൾ എനിക്ക് തുറന്നു തന്നു. ബട്ട് ആഫ്രിക്കൻ റൈറ്റേഴ്സ് സേവ്ഡ് മീ ഫ്രം ഹാവിങ് എ സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ് ആർ. പക്ഷേ ഈ ആഫ്രിക്കൻ ബുക്സും ആഫ്രിക്കൻ റൈറ്റേഴ്സ് എഴുതിയ ബുക്ക് വായിച്ചപ്പോഴാണ് എൻ്റെ ഒരു സിംഗിൾ സ്റ്റോറി എന്താണ് സേവ്ഡ് ഫ്രീ, എന്നെ രക്ഷപ്പെടുത്തി. എന്തിൽ നിന്ന്? ഹാവിങ് എ സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ് ആർ. അതായത് നിങ്ങൾ ഈ ചാപ്റ്റർ അറിയുന്നത് നിങ്ങൾക്കറിയാം. അതായത് ഈ കുട്ടി എന്താണ്, ഈ അടിച്ച് ചെറുപ്പത്തിൽ വിചാരിച്ചെന്താണ്, ഇങ്ങനെ ബുക്കിലും ലിറ്ററേച്ചറിലൊക്കെ ഇങ്ങനെ ഫോറിൻ ക്യാരക്ടേഴ്സ്, ഇങ്ങനെ വൈറ്റ് സ്കിൻഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഈ ആഫ്രിക്കൻ ബുക്സ് ഒക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് സംഭവം എന്താണ്, അങ്ങനെയല്ല. ബുക്സിന്റെ ഉള്ളിൽ ഒരു സിംഗിൾ കഥാപാത്രം അല്ലെങ്കിൽ സിംഗിൾ ടൈപ്പ് ആൾക്കാർ മാത്രമല്ലാണ്ട് എന്നെ പോലത്തെ ആൾക്കാരും ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇതാണ് ഐഡിയ. ഓക്കെ, അപ്പൊ ഏതാണ്ട് അത് മനസ്സിലായല്ലോ. ഇനി കൂടുതൽ അതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്യാണ്ട് ചോദ്യങ്ങളിലേക്ക് പോകാം. കാരണം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുത്താൽ മതിയല്ലോ, അല്ലാണ്ട് ഈ ഫുൾ സാധനത്തിന്റെ സമ്മറി എഴുതാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ ചോദ്യങ്ങളിലേക്ക് പോകാം. കുറെ അതിന്റെ മുകളിൽ ഇങ്ങനെ വലിച്ചു വാരി ഇങ്ങനെ കുറെ സമയം ഇങ്ങനെ വേസ്റ്റ് ആക്കരുത്. ഓക്കെ, ഡോണ്ട് ലിങ്കർ about it. Okay, when did things start to change for the author? Okay, എപ്പോഴോ ചേഞ്ച് ചെയ്ത് ആദ്യം തന്നെ പറയുന്നത് now things start. എപ്പോഴാണ്? when she discovered African books. ബാക്കി എഴുതേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് കാര്യങ്ങളൊക്കെ മാറിയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് തിങ്സ് ഫുൾ ആയിട്ട് എഴുതിയെന്ന് ശ്രമിക്കുക കേട്ടോ. തിങ്സ് സ്റ്റാർട്ടഡ് ടു, ഇത് ഗ്രാമർ ഒന്നും തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ചേഞ്ച് ഫോർ ദി ഓതർ വെൻ ഷീ ഡിസ്കവേർഡ്. എന്താണ് അവർ ഉപയോഗിച്ചത്? അതേ വാക്ക് ഉപയോഗിച്ചോ. വെൻ ഷീ ഡിസ്കവേർഡ് ആഫ്രിക്കൻ ബുക്സ്. വെൻ ഷീ ഡിസ്കവേർഡ് ആഫ്രിക്കൻ ബുക്സ്. സിമ്പിൾ. നെക്സ്റ്റ്, വാട്ട് വാസ് ദി പ്രോബ്ലം വിത്ത് ആഫ്രിക്കൻ ബുക്സ്? ആഫ്രിക്കൻ ബുക്സിന്റെ പ്രോബ്ലം എന്താ ഉണ്ടായിരുന്നു? ഞാൻ മറന്നുപോയി, നോക്കാം നമുക്ക്. there weren't too many. ബുക്കിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബുക്കിന്റെ ഉള്ളിലുള്ള പ്രോബ്ലം അല്ല. there weren't many of them available and they weren't as quite as easy to find as foreign books. അത്രയാണ് പ്രശ്നം. സെക്കൻഡ് സെന്റൻസ് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. the problem with African books were, എഴുതി വെക്കാ, പ്രോബ്ലംസ് എഴുതി രണ്ടെണ്ണം അല്ലേ, with African
ആഫ്രിക്കൻ ബുക്സ് ഒന്നല്ല, രണ്ട് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. ബുക്സ് വേർ എന്നിട്ട് സെക്കൻഡ് സെന്റൻസ് കോപ്പി പേസ്റ്റ് ചെയ്യുക. സെക്കൻഡ് സെന്റൻസ് ഓക്കെ, ഇതാണ് വേർ there weren't many of them available and they weren't quite as easy to find as foreign books. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ എന്ത് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇതൊന്നും പ്രശ്നങ്ങളല്ല. അപ്പൊ ചെക്ക് ചെയ്യാട്ടോ അതൊക്കെ. ഇല്ല, വേറൊന്നും പ്രശ്നങ്ങളല്ല. വേറൊക്കെ അതിനെപ്പറ്റി നല്ല കാര്യങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ പ്രശ്നങ്ങൾ ഇത് രണ്ട് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങൾ. അപ്പോൾ ചെക്ക് ചെയ്യുക, എപ്പോഴും ചെക്ക് ചെയ്യുക. എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ആൻസർ അങ്ങോട്ട് ശരിയാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ചെക്ക് ചെയ്യുക, വേറെ ഒന്നും കാണുന്നില്ല, അപ്പോൾ അത് തന്നെയാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ദി ഓതർ റിയലൈസ് ദാറ്റ് പീപ്പിൾ ലൈക്ക് ഹർ കുഡ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ? അവളെ പോലുള്ള പെണ്ണുങ്ങൾക്കും എന്താണ് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ബുക്സിൽ ഒരു ഇടം ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ്, ഇത് വായിച്ചപ്പോഴാണ് അല്ലേ. ബട്ട് വെൻ ഐ റിയലൈസ് ദാറ്റ് പീപ്പിൾ ലൈക്ക് മീ. അപ്പൊ ഈ ചിനുവ അച്ചീബയും കമാറ ലിയയുടെയും ബുക്സ് ഒക്കെ വായിച്ചപ്പോഴാണ് അല്ലെ. വെൻ ഐ റെഡ്, അവരുടെ രണ്ടുപേരുടെയും ബുക്സിനെ പറ്റി പറയുന്നുള്ളൂ. അപ്പൊ അതന്നെ എഴുതി വെക്കാം. ദ ഓതർ റിയലൈസ്ഡ്, അത് ഫുള്ളായിട്ട് എഴുതാൻ ശ്രമിക്കാം. അല്ലെ വെൻ ഷീ റെഡ് എന്ന് എഴുതി വെക്കാം. വെൻ ഷീ റെഡ് ചിനുവ അച്ചീബ ആൻഡ് കമാറ ലിയ എന്ന് എഴുതി, അത്ര മാത്രം എഴുതി വെക്കാം. പക്ഷെ കുറച്ചുകൂടി എഴുതി വെക്കാണ് നല്ലത്. ദി ഓതർ കോപ്പി പേസ്റ്റ് ചെയ്താൽ പോരെ. ഓതർ റിയലൈസ് ദാറ്റ് പീപ്പിൾ ലൈക്ക് ഹർ കുഡ് ഓൾസോ റിയലൈസ് ദാറ്റ് പീപ്പിൾ ലൈക്ക് ഹർ കുഡ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ വെൻ ഷീ റെഡ് ചിനുവ അച്ചീബ ആൻഡ് കമാറ ലിയ. അല്ലെ വെൻ ഷീ റെഡ് ബുക്സ് ബൈ ചിനുവ അച്ചീബ ആൻഡ് കമാറ ലിയ. സിമ്പിൾ. ഓക്കെ, അല്ലെ വേണം വെൻ ഷീ റെഡ് ആഫ്രിക്കൻ ബുക്സ് റിട്ടൺ ബൈ ചിനുവ അച്ചീബ കമാറ ലിയ എന്ന് പറഞ്ഞു. വേറെ ആരുടെയും പേര് പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെ പേര് മാത്രം പറഞ്ഞാൽ മതി. സിമ്പിൾ. വാട്ട് ഡിഡ് ദി ഓതർ കമ്പയർ ദി കളർ ഓഫ് ഹർ സ്കിൻ വിത്ത്? ചോക്ലേറ്റ്. അപ്പം ചോക്ലേറ്റ് അല്ലേ, നോക്കിയേ. സ്കിൻ വിത്ത് കളർ ഓഫ് ചോക്ലേറ്റ്. സിമ്പിൾ. അപ്പം നിങ്ങൾക്ക് ചോക്ലേറ്റ് എന്ന് ഒറ്റ വാക്കിൽ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ എങ്ങനെ എഴുതി വെക്കണം? ദി ഓതർ കമ്പയർഡ് ദ കളർ ഓഫ് ഹർ സ്കിൻ വിത്ത് ചോക്ലേറ്റ്. ഇത്രയുള്ള സംഭവം. ഇത് പരീക്ഷയിൽ ആക്ച്വലി ചോദിച്ച ചോദ്യമാണ്. മോഡൽ പരീക്ഷയിൽ ആക്ച്വലി ചോദിച്ച ചോദ്യമാണ്. 4 മാർക്ക് സിമ്പിളായിട്ട് നേടാം. ഓക്കെ, അപ്പൊ അതിന് ആക്റ്റീവ് റീഡിങ് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. ആക്റ്റീവ് റീഡിങ് ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ട്. ഇനി ഇതിന്റെ ഒന്നും കൂടി അപ്പുറത്ത് ഇനി ഒരു ലെവലും കൂടെ അടിപൊളിയാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മനസ്സിൽ ഇമാജിനും കൂടി ചെയ്യാം. ഇത് വായിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ, ബുക്കിന് ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചിനുവ അച്ചീബയുടെ ബുക്കൊക്കെ പോയിട്ട് ഈ എന്താണ് അടിച്ച് വായിക്കുന്നതും അതിലിങ്ങനെ ചോക്ലേറ്റ് കളർ ഒരാളെ ഇമാജിൻ ചെയ്യും, പോണി ടീൽസ് ഇല്ലാത്ത ഇങ്ങനെ ചുരുണ്ട മുടിയുള്ള ആളെ ഇമാജിൻ ചെയ്യും. അങ്ങനെയും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. പക്ഷെ അത്രയൊക്കെ സാഹസത്തിനുള്ള സമയവും അതിൻ്റെ ഒരു ആവശ്യവും പരീക്ഷയിൽ പൊതുവേ ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടിപൊളി, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര ഇമാജിനേഷൻ സ്കിൽസ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ, എനിക്കൊന്നും അതില്ല. അങ്ങനെ ചെയ്യാമെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാവരും സിനിമ പോലെ മനസ്സിലുണ്ടാവും. പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഓക്കെ, അങ്ങനെ ഇമാജിനേഷൻ സ്കിൽസ് ഉള്ള ആളാണ് നിങ്ങൾ, വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ചെയ്തു നോക്കുക. അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഇതിന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും കൂടെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എന്നിട്ട് കമന്റ് ബോക്സിൽ ഇടാം. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റീഡിംഗ് പാസേജിൽ നിങ്ങൾക്ക് 1 മാർക്ക് പോലും പോയില്ല എന്നുള്ളതാണ് ഒരു സംശയം. കാരണം ഇത് പരീക്ഷയിൽ വരുന്നതുകൊണ്ടല്ല. ഈ ടെക്നീക്സ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ ടെക്നീക്സ് ഭയങ്കര വലിയ ടെക്നീക്സ് ഒന്നുമല്ല, സിമ്പിൾ കാര്യങ്ങളാണ്. അത് ചെയ്ത് വെച്ചാൽ നിങ്ങൾ അതും കൂടി നിങ്ങൾക്ക് ഓർത്ത് വെച്ചാൽ പരീക്ഷയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. സോ ഈ ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇതിന്റെ PDF ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ പല ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ വന്ന ചോദ്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് വെറുതെ അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ റീഡിംഗ് പാസേജ് വായിക്കുന്ന ആ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്കിൽസ് കുറച്ചും കൂടി സ്ട്രോങ് ആവും. ഓക്കെ, പറ്റുമെങ്കിൽ മതി, അതിന്റെ അത്യാവശ്യമൊന്നുമില്ല. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യായിരിക്കും ബുദ്ധി. ഓക്കെ, അപ്പൊ ജസ്റ്റ് 1-2 ചോദ്യങ്ങളൊക്കെ വേണം എക്സ്ട്രാ ചെയ്യാം. ഓക്കെ, ഹോംവർക്ക് 2 നിങ്ങൾ എല്ലാവരും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. ആയെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ പ്രത്യേകിച്ച് ഈ അവസാന നിമിഷമൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ കുറേ പേര് നിങ്ങൾക്ക് ഇമാജിൻ നിങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു സംശയം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, സാർ ഈ ചോദ്യങ്ങൾ ആദ്യം വായിച്ചിട്ട് പാസേജ് വായിക്കുന്ന ഒരു സാറിന്റെ അഭിപ്രായം എന്താണ്? എനിക്ക് വലിയ അഭിപ്രായം ഇല്ല. പക്ഷെ നിങ്ങൾ ഇത്രയും നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എപ്പോഴും സാർ ചോദ്യങ്ങൾ വായിച്ചിട്ട് ഞാൻ പാസേജ് വായിക്കുള്ളൂ, അങ്ങനെയാണ് എൻ്റെ ശീലം. അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ. ഇനി ശീലം മാറ്റാൻ നിൽക്കണ്ട. പക്ഷെ എൻ്റെ അഭിപ്രായം അങ്ങനെ ചെയ്യുന്നതിന് വലിയ പോയിന്റ് ഇല്ല. കാരണം പിന്നെ നിങ്ങൾ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിരിക്കും വായിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫുള്ളായിട്ട് വായിക്കില്ല. അപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ കറക്റ്റ് അല്ലെങ്കിൽ. അപ്പൊ അതുള്ളത് കൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം ഫസ്റ്റ് പാസേജ് വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചോദ്യങ്ങൾ നോക്കാമെന്നാണ്. അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അത് പറഞ്ഞതോടെ ഞാൻ എന്റെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ്സിലിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി എന്നുള്ള കാര്യം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് എക്സാം എഴുതി ഫുൾ മാർക്ക് തന്നെ വാങ്ങണം. ഫുൾ A+ അല്ല, ഫുൾ മാർക്ക് തന്നെ വാങ്ങണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.